വടക്കൻ ആഫ്രിക്കയിലെ ഈജിപ്ത് എന്ന രാജ്യം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഈജിപ്തുകാർ. അതുകൊണ്ട് തന്നെ മൃതദേഹം മമ്മിഫിക്കേഷൻ ചെയ്താണ് സൂക്ഷിച്ചിരുന്നത്. മരണപ്പെടുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആന്തര അവയവങ്ങൾ പുറത്തെടുത്ത് കനോപ്പിക് ജാറിലാക്കി വെക്കുന്നു. പിന്നീട് ശരീരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി കാലങ്ങളോളം കവർ ചെയ്ത് സൂക്ഷിക്കും. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ സൂക്ഷിച്ച ഒറ്റ നോട്ടത്തിൽ ആരെയും ഭയപ്പെടുത്തുന്ന മമ്മികളെ നേരിട്ട് കണ്ട അനുഭവമാണ് നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. ഈജിപ്തിലെ കെയ്റോയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈജിപ്തിലെ പിരമിഡ് കണ്ടു. ഇന്ന് കാണാൻ പോകുന്നത് ഈജിപ്തിലെ ആ പിരമിഡിനകത്തുണ്ടായിരുന്ന മമ്മിയാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലെ തഹ്രീർ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന പിങ്ക് നിറത്തിലുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഓഫ് കെയ്റോ. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് കാറിലോ ടാക്സിയിലോ അല്ലെങ്കിൽ പൊതുഗതാഗത മാർഗങ്ങൾ വഴിയോ എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. മ്യൂസിയത്തിന് മുന്നിൽ തന്നെ ഒരു പോണ്ടിനരികെ പുരാതന കാലത്തെ സൂചിപ്പിക്കുന്ന വലിയ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. ഈ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് വരുന്നത് 550 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇവിടെ ക്യാഷ് ആയിട്ട് മേടിക്കില്ല, ഇവിടെ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ടിക്കറ്റൊക്കെ എടുത്ത് മ്യൂസിയത്തിനുള്ളിലേക്ക് നടക്കുകയാണ്. ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ഫറവോമാരുടെ മമ്മി നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എനിക്ക്. നേരെ കയറി ചെല്ലുന്നത് വലിയ തൂണുകളൊക്കെയുള്ള ഒരു ഹാളിലേക്കാണ്. ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സിവിലൈസേഷനുകളിലൊന്നായ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട 120,000-ലധികം വരുന്ന പുരാവസ്തുക്കളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. 2000 വർഷം മുതൽ 7500 വർഷം വരെ പഴക്കമുള്ള പുരാവസ്തുക്കളാണ് ഇവിടെയുള്ളത്. വിവിധ തരത്തിലുള്ള ശവപ്പെട്ടികളും ശില്പങ്ങളുമാണ് ഇവിടെ കൂടുതലായും ഉള്ളത്. കൂടാതെ ഫറവോമാർ, ദേവതകൾ തുടങ്ങിയവരുടെയൊക്കെ ശില്പങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. ഈ കാണുന്ന വലിയ സ്റ്റോൺ പിരമിഡിന്റെ ഭാഗമായിരുന്നു. വ്യത്യസ്ത തരം ശവപ്പെട്ടികളാണ് ഇവിടെയുള്ളത്. മനുഷ്യരൂപത്തിലും സാധാരണ പ്ലെയിൻ ആയിട്ടുള്ളതും കല്ലുകൊണ്ടുണ്ടാക്കിയതും ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയവയും അങ്ങനെ ധാരാളം പെട്ടികൾ ഇവിടെ കാണാം. ഇവയിലൊക്കെ നിറയെ ചിത്രപ്പണികൾ ചെയ്തു വച്ചിട്ടുണ്ട്. പുരാതന ഈജിപ്തിലെ 19ാം രാജവംശത്തിലെ 4ാമത്തെ ഫറവോ ആയിരുന്ന മെറംതെയെ അടക്കം ചെയ്തത് ഇതിലാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ കോഫിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കിങ് അക്നാദന്റെ കോഫിനും അതിൻ്റെ അടപ്പുമാണ് ഈ കാണുന്നത്. 3300 വർഷം പഴക്കമുണ്ട് ഈ ഗോൾഡും മരവും ക്രിസ്റ്റലും ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയ ശവപ്പെട്ടിക്ക്. അന്നത്തെ കാലത്ത് രാജാക്കന്മാരെ മാത്രമല്ല രാജ്ഞിമാരെയും, അതായത് ലേഡി ഫറവോമാരുടെയും ബോഡി മമ്മിഫിക്കേഷൻ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. പഴയ കാലത്തെ ഒരു പള്ളിയുടെ ഭാഗങ്ങളാണിത്. ഗോൾഡൻ ലീഫ് ചേർത്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നടത്തത്തിനിടയിൽ ആദ്യമായി ഈജിപ്ഷ്യൻ മമ്മിയെ കണ്ടു. കാണുമ്പോൾ ഒരു ഭീകരതയൊക്കെ തോന്നുന്നുണ്ട്. ചില്ലുകൂട്ടിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയിലാണ് മമ്മിയെ വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും കാലം ഈ രൂപത്തിൽ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതും 4000 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്തുകാർ അടക്കിയ മൃതശരീരമാണിത് എന്നോർക്കണം. കാൽപാദത്തിലെ മാംസമൊക്കെ അടർന്നു പോയിരിക്കുന്നത് കാണാം. ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ സ്കിൻ അസ്ഥിയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. മമ്മിഫിക്കേഷൻ എന്നാണ് ഇത്തരത്തിൽ കാലങ്ങളോളം ഡെഡ് ബോഡി കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കുന്നതിനെ പറയുന്നത്. വിവിധ ഘട്ടങ്ങളായാണ് മമ്മിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ടേബിളിലാണ് മമ്മിഫിക്കേഷൻ ചെയ്തിരുന്നത്. ആദ്യമായി ഡെഡ് ബോഡി നൈൽ നദിയിലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് നല്ല സുഗന്ധമുള്ള ഓയിൽ പുരട്ടുന്നു. അതിനുശേഷം ആന്തരിക അവയവങ്ങളൊക്കെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. മൂക്കിലൂടെയാണ് തലച്ചോർ പുറത്തേക്കെടുക്കുന്നത്. ഹൃദയമൊഴികെ ബാക്കി അവയവങ്ങളെല്ലാം ഇതുപോലെ കനോപ്പിക് ജാറിലേക്ക് മാറ്റുന്നു. മമ്മിഫിക്കേഷൻ പ്രക്രിയയിൽ നീക്കം ചെയ്ത എംബാം ചെയ്ത അവയവങ്ങൾ സൂക്ഷിക്കാൻ പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ശവസംസ്കാര പാത്രങ്ങളാണ് ഈ കനോപ്പിക് ജാറുകൾ. അതിനൊക്കെ ശേഷം നാട്രോൺ സോൾട്ട് വിതറി ബോഡി ഡ്രൈ ചെയ്തെടുക്കുന്നു. പിന്നീട് ഡെഡ് ബോഡിക്കുള്ളിൽ ലിനൻ പോലുള്ള വസ്തുക്കളൊക്കെ വെച്ച് ഷെയ്പ്പാക്കുകയും ഓയിൽ ശരീരത്തിൽ തേച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയും ചെയ്താൽ മമ്മിഫിക്കേഷൻ പൂർണ്ണമായി.
അങ്ങനെ മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡി അടക്കം ചെയ്യുമ്പോൾ ഒപ്പം ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, മമ്മിഫൈഡ് ചെയ്ത ഫുഡ്, ഫർണിച്ചർ തുടങ്ങി നിരവധി സാധനങ്ങൾ അടക്കം ചെയ്തിരുന്നു. ആഫ്റ്റർ ലൈഫിൽ ആവശ്യമായ സാധനങ്ങളായിട്ടായിരുന്നു ഇവയൊക്കെ കണക്കാക്കിയിരുന്നത്. ഇതുപോലെ നിരവധി മമ്മികൾ ഇവിടെ നമുക്ക് കാണാം. ഇവയെല്ലാം പിരമിഡുകൾക്കുള്ളിൽ നിന്നും ലഭിച്ചവയൊന്നുമല്ല. പിരമിഡുകൾക്കുള്ളിൽ നിന്നും വളരെ കുറച്ച് മമ്മികളെ ലഭിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം ഈജിപ്തിലെ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ചവയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ പ്രദർശനങ്ങളിലൊന്നാണ് തൂത്തൻഖാമന്റെ സ്വർണത്തിലുള്ള ശവപ്പെട്ടി. 9-ാം വയസ്സിൽ ഈജിപ്ത് ഭരിച്ച 18-ാം രാജവംശത്തിലെ ഫറവോ ആയിരുന്നു തൂത്തൻഖാമ. BC 1322-1323 കാലഘട്ടത്തിലായിരുന്നു തൂത്തൻഖാമ രാജ്യം ഭരിച്ചിരുന്നത്. 1922 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹോവാർഡ് കാർട്ടർ ആണ് തൂത്തൻഖാമന്റെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലാത്ത ശവകുടീരം കണ്ടെത്തിയത്. 3500-ലധികം വസ്തുക്കൾ തൂത്തൻഖാമന്റെ ശവകുടീരത്തിൽ നിന്നും ലഭിച്ചിരുന്നു. അതിൽ തൂത്തൻഖാമന്റെ ആഭരണങ്ങളടക്കമുള്ള നിരവധി വസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുരാതന ഈജിപ്തിൽ സ്വർണം ധാരാളമായി ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളിയുടെ ലഭ്യത കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് വെള്ളിക്കായിരുന്നു സ്വർണത്തെക്കാൾ വില. ഈജിപ്തിന്റെ വൈസ്രോയി ആയിരുന്ന മുഹമ്മദ് അലി പാഷയുടെ കാലത്താണ് പുരാവസ്തുക്കൾക്ക് വേണ്ടി ഒരു മ്യൂസിയം സ്ഥാപിക്കണമെന്ന ആശയമുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി 1835 പുരാവസ്തുക്കളുടെ കയറ്റുമതി അവസാനിപ്പിക്കുകയും കെയ്റോയിൽ ആദ്യത്തെ ഈജിപ്ഷ്യൻ പുരാവസ്തു മ്യൂസിയം സ്ഥാപിക്കുകയും ചെയ്തു. 1878 നൈൽ നദിയിലുണ്ടായ പ്രളയത്തിൽ മ്യൂസിയത്തിനും പുരാവസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പിന്നീട് ഭരണാധികാരികൾ മാറി വന്നപ്പോഴും പുരാവസ്തുക്കളുടെ എണ്ണം കൂടിയപ്പോഴുമെല്ലാം പലവട്ടം പുരാവസ്തുക്കൾ സ്ഥാനം മാറ്റുകയും മ്യൂസിയം മാറ്റി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ മ്യൂസിയം 1902 നവംബർ 15-നാണ് ഔദ്യോഗികമായി തുറന്നു കൊടുക്കുന്നത്. ഈ കാണുന്നത് പുരാതന ഈജിപ്തിലെ പ്രഭുവായിരുന്ന യുഎയുടെയും അദ്ദേഹത്തിന്റെ പത്നി തൊയയുടെയും ഗോൾഡൻ മാസ്കുകളും ശവപ്പെട്ടികളുമാണ്. അതുപോലെ ഈ കാണുന്നത് തൊയ ഉപയോഗിച്ചിരുന്ന ബെഡും ഫർണിച്ചറുകളും യുഎയുടെ രഥവുമാണ്. ഇതാണ് മമ്മിഫൈഡ് ഫുഡ്. ശവക്കല്ലറയിൽ മൃതദേഹത്തിനൊപ്പം ധാന്യങ്ങൾ പോലുള്ള ഭക്ഷണങ്ങൾ മമ്മിഫൈ ചെയ്തു വെച്ചിരുന്നു. അതുപോലെ മൃഗങ്ങളെയും മമ്മിഫിക്കേഷൻ ചെയ്ത് മൃതദേഹത്തിനൊപ്പം അടക്കം ചെയ്തിരുന്നു. പുരാതന ഈജിപ്തുകാർ എഴുത്തിനും ചിത്രരചനയ്ക്കും ഉപയോഗിച്ചിരുന്ന 4000 വർഷത്തിലേറെ പഴക്കമുള്ള പാപ്പിറസും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ സിംഹത്തിന്റെ ഉടലും മനുഷ്യമുഖവുമുള്ള സ്ഫിങ്സ് പ്രതിമകളും ഇവിടെ കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മ്യൂസിയത്തിന്റെ മുകളിലത്തെ നിലയിലെത്തി. ഇവിടെ പ്രാചീന കാലത്ത് ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളടക്കമുള്ള സാധനങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും വ്യത്യസ്ത രൂപത്തിലുള്ള ശവപ്പെട്ടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തേക്കുള്ള വഴിയിൽ നിറയെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച സ്റ്റോറുകളുണ്ട്. പുസ്തകങ്ങളും പാത്രങ്ങളും സുവനീറുകളുമൊക്കെയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.